തിരുവനന്തപുരം ജില്ലയിലെ പ്രധാന ക്ഷേത്രങ്ങളിലൊന്നായ മരുതൻകുഴി ഉദിയന്നൂർ ദേവി ക്ഷേത്രത്തിലെ 2026 മഹോത്സവത്തിന്റെ ആറാട്ടിനോടനുബന്ധിച്ച് PTP അവന്യൂ റോഡിൽ വിഷ്ണുറാം അസോസിയേറ്റ് വർഷങ്ങളായി നടത്തിവരുന്ന ആഘോഷ പരിപാടികൾ ഈ വർഷവും ഗംഭീരമായി നടത്തി. MLA VK പ്രശാന്ത് പരിപാടി ഭദ്രദീപം തെളിച്ച് ഉദ്ഘാടനം ചെയ്തു. വാർഡ് കൗൺസിലർ, ഉദിയന്നൂർ ക്ഷേത്രം സെക്രട്ടറി, റെസിഡൻസ് അസോസിയേഷൻ ഭാരവാഹികൾ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. ഉദ്ഘാടന ചടങ്ങുകൾക്ക് ശേഷം നറുക്കെടുപ്പിലൂടെ പുരുഷന്മാർക്ക് മുണ്ട്, സ്ത്രീകൾക്ക് സാരി, കുട്ടികൾക്ക് പഠനോപകരണങ്ങൾ എന്നിവ സമ്മാനിച്ചു. ഒപ്പം വിവിധ കലാപരിപാടികളും വേദിയിൽ അരങ്ങേറി. 2 ദിവസങ്ങളിലായി നടന്ന പരിപാടിയിൽ 2ാം ദിനം ആറാട്ട് എഴുന്നള്ളത്തിന് വിഷ്ണുലോകത്ത് എത്തിയപ്പോൾ വിഷ്ണുറാം അസോസിയേറ്റ് ഗംഭീര വരവേൽപ്പ് നൽകി. അപ്പോൾ എല്ലാവർക്കും ഞാൻ ആദ്യമായിട്ട് ഉത്സവാശംസകൾ നേരുകയാണ്. ഉദിയന്നൂർ ദേവീക്ഷേത്രത്തിലെ ഈ വർഷത്തെ ഉത്സവവും വളരെ വിപുലമായിട്ടുള്ള പരിപാടികളോടുകൂടി നടക്കുകയാണ്. അപ്പൊ നമ്മുടെ ഈ പ്രദേശത്ത് വിഷ്ണുറാമിന്റെ നേതൃത്വത്തിൽ ഇത്തരം വേദി ഒരുക്കുന്നത് എനിക്കൊന്ന് നല്ലതുമല്ലായി ഞാൻ സ്ഥിരമായി വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അത് നേരത്തെ വിഷ്ണുറാം തന്നെ സൂചിപ്പിച്ചതുപോലെ അതൊരു കൂട്ടായ്മയായി വളരുകയാണ്. എല്ലാ വിഭാഗം ആളുകളും പങ്കെടുക്കുന്ന ഒരു വലിയ കൂട്ടായ്മയായി ഇത്തരം പരിപാടികൾ മാറുകയാണ്. അതിന് ഞാൻ പ്രത്യേകമായിട്ട് വിഷ്ണുറാമിനെ അഭിനന്ദിക്കുകയാണ്. അദ്ദേഹം ഒരു കലാകാരൻ കൂടിയായി 2 സിനിമകളായി. അപ്പൊ നമ്മുടെ നാട്ടിൽ നിന്നൊരു നല്ല കലാകാരൻ കൂടി ഉയർന്നു വരട്ടെ. അപ്പൊ അതൊക്കെ പ്രോത്സാഹിപ്പിക്കാൻ നമ്മളും കൂടെ നിൽക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കേരളത്തിന്റെ ഒരു പ്രത്യേകത നമുക്ക് എല്ലാവർക്കും അറിയാം. മലയാളികളിൽ ഭൂരിഭാഗം പേരും ദൈവവിശ്വാസികളാണ്. പണ്ട് ഇന്ദ്രൻസ് ഒരു ഇന്റർവ്യൂ പറഞ്ഞു, ഏത് മുഴുത്ത കെട്ടിടം കണ്ടാലും ഞാൻ നോക്കി രക്ഷിക്കണമെന്ന് പറയുള്ളൂ, അല്ലേ? നമ്മുടെ ഒരു രീതി തന്നെയാണ്. നമ്മള് അമ്പലം കണ്ടാലും രക്ഷിക്കണമെന്ന് പ്രാർത്ഥിക്കും, പള്ളി കണ്ടാലും പ്രാർത്ഥിക്കും, അല്ലേ? അപ്പൊ അങ്ങനെ ഒരു മതാതീയമായ ആത്മീയതയും വിശ്വാസവുമാണ് മലയാളികളുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. നമുക്ക് അപരമത സ്ഥാപനങ്ങളോടോ മറ്റ് കാര്യങ്ങളോടോ
യാതൊരുവിധ വിരോധവും ആർക്കുമില്ല. എല്ലാ മതങ്ങളും പഠിപ്പിക്കുന്നത് സമാധാനവും നമ്മുടെ നന്മയും പുലരണം എന്നുള്ളതാണ്. അത് ആ നിലയിൽ തന്നെ മുന്നോട്ട് പോകണം എന്നുള്ളതാണ് ഇന്നത്തെ ഒരു ആനുകാലികമായ സാഹചര്യത്തിലും എനിക്ക് അഭ്യർത്ഥിക്കാനുണ്ട്. ആദ്യമേ എനിക്ക് ഈ കൂട്ടായ്മ കാണുമ്പോൾ ഒരു സന്തോഷമുണ്ട്. കാരണം നമ്മുടെ ഈ തിരക്ക് പിടിച്ച ജീവിത സാഹചര്യത്തിൽ നമ്മൾ ഒരുമിച്ച് കൂടുക, സന്തോഷങ്ങൾ പങ്കിടുക എന്നുള്ളത് വലിയൊരു ഭാഗ്യമാണ്. അതിനാദ്യമേ ഞാൻ വിഷ്ണു അസോസിയേഷനെയും വിഷ്ണു ചേട്ടനെ ഞാൻ അഭിനന്ദിക്കുകയാണ്. എല്ലാവിധ ഭാവങ്ങളും നേരുന്നു. നന്ദി, നമസ്കാരം. ഉദയനൂരമ്മയുടെ ഉത്സവത്തിന്റെ ഭാഗമായിട്ടാണ് വിഷ്ണുറാം ഇത്തരത്തിലുള്ള ഓരോ പരിപാടികളും ആസൂത്രണം ചെയ്ത് ഉത്സവത്തെ വിജയിപ്പിക്കണം. ഇതൊന്നും തുടങ്ങിയതല്ല. ഞാനാണെങ്കിൽ 4ാമത്തെ പ്രാവശ്യമാണ് ഇവിടെ വന്ന് ഈ രീതി ഇതുപോലെ 2 കാര്യങ്ങൾ പറഞ്ഞിട്ട് പോകുന്നത്. പ്രത്യേകിച്ച് വിഷ്ണുറാമിന്റെ കാര്യം പറഞ്ഞാൽ തന്റെ ഉയർച്ചയ്ക്ക് അനുസരിച്ച് തന്നെ വിഷ്ണുറാം വിട്ടുവീഴ്ച മനോഭാവം തന്നെ ക്ഷേത്രത്തിന് വേണ്ടി പല കാര്യങ്ങളും ചെയ്യാറുണ്ട്. തന്റെ ഏത് പ്രോജക്റ്റ് വന്നാലും ആ ദിവസം എത്ര വൈകിയാലും ഉടൻ വിളിച്ച് ചോദിക്കും എത്ര സമയത്താണ് ക്ഷേത്രം അടയ്ക്കുന്നത്. അവിടെ വന്ന് അമ്മയെ ആരാധിച്ചിട്ട് മാത്രമേ വിഷ്ണുറാം ആ കാര്യത്തിന് വേണ്ടി ഇറങ്ങിത്തിരിക്കാറുള്ളൂ. അമ്മയുടെ ഒരു അടിയുറച്ച ഭക്തനാണ് വിഷ്ണുറാം. ആ ഉയർച്ച, അതായത് എത്രത്തോളം വിശ്വാസം അമ്മയിൽ അർപ്പിക്കുമോ അത്രത്തോളം ഉയർച്ച വിഷ്ണുറാമിനും ആ വിശ്വാസികൾക്കും അമ്മ നൽകാറുണ്ട്. എന്തായാലും ഉത്സവത്തിന് ഇത്തരത്തിലുള്ള വിവിധമായിട്ടുള്ള കലാപരിപാടികൾ സംഘടിപ്പിച്ച വിഷ്ണുറാമിന് എന്നും എന്നും അമ്മയുടെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ബഹുമാനായ MLA പറഞ്ഞ പോലെ ഒരു പ്രദേശത്ത് ഒരാൾ ഒരു ബിസിനസ് ആയാലും കലാകാരനായാലും അത് ഉയർന്നു വരുമ്പോൾ നാട്ടുകാരെ കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ട് അതിൽ പങ്കെടുത്ത് അവർക്കും കൂടെ സഹകരിപ്പിച്ചുകൊണ്ട് ഇങ്ങനെ പ്രവർത്തിക്കുന്ന വളരെ ചുരുക്കം പേരിൽ ഒരാളാണ് വിഷ്ണു. വിഷ്ണുവിനെ എനിക്ക് എത്ര വർഷം കൊണ്ട് അറിയാം. വിഷ്ണു ചെറിയ രീതിയിൽ നിന്നും വലിയ രീതിയിലോട്ട് ദേവിയുടെ എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. ഉദയന്നൂർ അമ്മയുടെ ആറാട്ട് ആയി കടന്നു പോകുന്ന PTP അവന്യൂ റോഡിൽ എല്ലാ കൊല്ലവും നമ്മൾ നടത്താറുള്ള, എന്താ പറയുക അതിന്, ആറാട്ട് മാമാങ്കം അല്ലേ എന്നായി അതിൻ്റെ പേരിപ്പോൾ. നമ്മുടെ ബഹുമാനപ്പെട്ട MLA അഡ്വക്കേറ്റ് VK പ്രശാന്ത്, അതുപോലെ നമ്മുടെ കൗൺസിലർ ശ്രീ വിഷ്ണു മോഹൻ, അതുപോലെ തന്നെ നമ്മുടെ ക്ഷേത്ര സെക്രട്ടറി ശ്രീ ശശിധരക്കുറുപ്പ് തുടങ്ങിയ മഹാവ്യക്തിത്വങ്ങൾ പങ്കെടുക്കുന്ന ഒരു ചടങ്ങോടുകൂടി നിലവിളക്ക് കൊടുത്തി അവരെല്ലാവരും അത് ഉദ്ഘാടനം ചെയ്തു. അതിനുശേഷം സായന്ത്രൻ ട്രൂപ്പിൻ്റെ അതിഗംഭീരമായ ഒരു ഗാനമേള, അതിനുശേഷം കൊച്ചു കുരുന്നുകൾ അവതരിപ്പിച്ച അതിഗംഭീരമായ കലാപരിപാടികൾ, അതിനോടൊപ്പം തന്നെ മുതിർന്നവർ അവതരിപ്പിച്ച സിനിമാറ്റിക് ഡാൻസ് കുട്ടികളുടെ ഒരു രക്ഷയില്ല, വേറെ ലെവലായി. അതുപോലെ തിരുവാതിരക്കളി, അങ്ങനെ ഈ പരിപാടികളാണെങ്കിൽ പറയാൻ അത്രമാത്രം ചെയ്തു. പക്ഷേ എടുത്ത് പറയാൻ പറ്റാത്തൊരു കാര്യം, ഇന്നലെയും കൂടി മഴ പെയ്തു. അതാണ് അവിടെ നോട്ട് ചെയ്യേണ്ട പോയിൻ്റ്. ഇന്നലെയും കൂടി മഴ പെയ്തു, പക്ഷേ ഇന്ന് മഴ പെയ്തില്ല. പക്ഷെ സത്യം പറഞ്ഞാൽ അത് അമ്മയുടെ ഒരു അനുഗ്രഹമാണ്. അപ്പോൾ ഇന്നിവിടെ നടന്ന പരിപാടി അതിഗംഭീരമായി, എല്ലാ കൊല്ലത്തിനെക്കാട്ടി ഒരു പടി ഇവിടുത്തെ ജനങ്ങൾ നമുക്ക് തരുന്ന സ്നേഹവും സപ്പോർട്ട് തന്നെയാണ്. ഓരോ കൊല്ലവും വിഷ്ണുറാം അസോസിയേറ്റിന് ഈ പരിപാടി ഓരോ കൊല്ലവും മികവുറ്റതായി തീർക്കാൻ കഴിയുന്നത് അല്ലേ? അപ്പം ആ ഒരു സപ്പോർട്ട് തീർച്ചയായിട്ടും ജനങ്ങളിൽ നിന്ന് കിട്ടുന്നു. പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം,
സാമ്പത്തികമല്ല വിഷ്ണുറാം അസോസിയേറ്റ് നോക്കുന്നത്, സഹകരണമാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നടക്കുന്ന ഒരു പരിപാടിക്കും ആരെയും നിന്നും ₹1 പോലും കോൺട്രിബ്യൂഷൻ വാങ്ങിക്കാതെ ഫുൾ ഇത് ഏറ്റെടുത്ത് ചെയ്യുന്നത് വിഷ്ണുറാം അസോസിയേറ്റാണ്. അതുപോലെ എൻ്റെ കൂടെ എൻ്റെ ചങ്കളായി നിൽക്കുന്നത് ഇവരെല്ലാവരും. നിങ്ങൾക്കറിയാം, നമ്മൾ ഇട്ടിരിക്കുന്ന ഡ്രസ്സ് പോലും, അതായത് ഊരി വെച്ചതാണ്, ഇട്ടിരുന്ന ഡ്രസ്സ് പോലും നമ്മൾ ഒരേ ഇതിൽ, കാരണം ഈ വേദി അത്ര കളറാക്കാനാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഇതിലെടുത്ത് പറയാനുള്ളൊരു കാര്യം, നമ്മൾ എല്ലാ കൊല്ലവും നടത്തി വരാറുള്ള വിഷ്ണുറാം അസോസിയേറ്റ് നടത്തി വരാറുള്ള നറുക്കെടുപ്പ് മാമാങ്കം, അതായത് 15 പുരുഷന്മാർക്ക് കസവ് മുണ്ട്, 15 സ്ത്രീകൾക്ക് കസവ് സാരി, 15 കുട്ടികൾക്ക് പഠനോപകരണങ്ങൾ, അതിഗംഭീരമായി എല്ലാവർക്കും പല പല അസോസിയേഷൻ, കൂര, ചിറ, പിന്നെ നമ്മുടെ പടയണി, പല സ്ഥലങ്ങൾ വട്ടിയൂർക്കാവിലുള്ളവർക്ക് വരെ ഇവിടുന്ന് ഇത് കിട്ടിയായിരുന്നു. നല്ല രീതിയിലുള്ള ഫുഡായിരുന്നു. വലിയ എന്നാൽ വെജിറ്റേറിയനാണ്. ഞാൻ അതും കൂടെ എടുത്ത് പറയാം. നല്ല പഞ്ഞി പോലെ ഇരിക്കുന്ന ഇഡ്ഡലി, അടിപൊളി വെളിച്ചെണ്ണ ചെയ്ത ഉഴുന്നുവട, ചമ്മന്തി, സാമ്പാർ എല്ലാം പക്കയാണ്. അത് എടുത്ത് പറയുന്ന കാര്യം, അത്ര ക്വാളിറ്റി ആയിട്ടാണ് നമ്മളതെല്ലാം മെയിൻറ്റെയിൻ ചെയ്തത്. അപ്പോൾ അതെല്ലാവർക്കും കൊടുക്കാൻ പറ്റി. ഒരാൾക്ക് പോലും കിട്ടാത്തവരില്ല. ചിലവർ 2-3 വാങ്ങിച്ചു അവർക്ക് വീട്ടിൽ പോയി കഴിക്കാൻ ധൈര്യമായിട്ട് കഴിക്കാം. കാരണം അത് അങ്ങനെ കൊടുക്കുമ്പോഴാണ് നമ്മളെ മനസ്സ് നിറയുന്നത്. എന്നെ സംബന്ധിച്ചോളം നമ്മൾ വാങ്ങിക്കുന്നവർക്ക് ആവശ്യമുള്ള കൊടുക്കാനേ പറഞ്ഞിട്ടുള്ളൂ. ഇല്ലാതെ നമ്മൾ 10 എടുത്ത് വെച്ചിട്ട് തികയാതെ വരല്ല. എല്ലാവർക്കും തികയും ചെയ്തില്ല. എല്ലാവർക്കും തികഞ്ഞില്ലേ? തീർച്ചയായിട്ടും ബാക്കി മിച്ചവും വന്നു. എല്ലാവർക്കും ഡ്രിങ്ക്സ്, ജ്യൂസ്, ചായ എല്ലാം എല്ലാവരും ഹാപ്പിയാണ്. അതും ഇതിലെടുത്ത് പറയാനുള്ള കാര്യം. സമ്മാനവും കൊടുത്തിട്ടുണ്ട്. അല്ല, നമ്മുടെ ഒരു നിമിത്തം മാത്രമാണ്. ഇന്ന് ഈ നിൽക്കുന്ന സ്റ്റേജ് വരെ ഞാനൊരു നിമിത്തമാണ്. ഇവിടെയുള്ള കുഞ്ഞുങ്ങളുടെ ഈ പരിപാടികൾ കാണുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഇവിടെയുള്ള കൊച്ചു കലാകാരന്മാരുടെയും മുതിർന്നവരുടെയും പരിപാടി അവർക്ക് ചെയ്യാൻ വേണ്ടിയാണ് ഞാനിതെല്ലാം ഉണ്ടാക്കുന്നത്. കാരണം അവരുടെ സ്നേഹം, അവരുടെ സപ്പോർട്ട്. അപ്പോൾ തീർച്ചയായിട്ടും അത് ഒരു വർഷത്തിലൊരിക്കൽ അമ്മയുടെ ഉത്സവം വരുന്ന സമയം ഞാൻ അത് അവർക്ക് തിരിച്ചു കൊടുക്കുകയാണ്. അമ്മയുടെ ഒരു പേര് വെച്ച് തന്നെയാണ് അതെനിക്ക് അമ്മയുടെ ഒരു ആശ്രിതമായിട്ട് നിന്നുകൊണ്ട് തന്നെയാണ് ഞാൻ ഇതെല്ലാം ചെയ്യുന്നത്. ഓക്കെ, അപ്പം അടുത്ത വർഷവും ഇതെല്ലാം ഇങ്ങനെ നടത്താൻ വേണ്ടി അമ്മ അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കൂടെ നിങ്ങളും. നന്ദി. ദേശവാർത്തകൾ വിരൽത്തുമ്പിലെത്താൻ ജനമിത്രം സബ്സ്ക്രൈബ് ചെയ്യൂ. യഥാസമയം നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെല്ലൈക്കൺ അമർത്തൂ. ഫേസ്ബുക്ക്, ഇൻസ്റ്റ ഫോളോ ചെയ്യൂ.